ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മുനമ്പം നിവാസികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി. ഭൂനികുതി വാങ്ങാൻ സർക്കാരിന് അനുവാദം. കേസിൽ അന്തിമ വിധി വരും വരെ കരം സ്വീകരിക്കാൻ നിർദ്ദേശം. ആശ്വാസമെന്ന് സമരസമിതി. വിലപ്പെട്ട ഒരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ട് ഇന്ന് സാധിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കോന്നിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അപകടം സ്കൂൾ വിട്ട് വരുന്ന വഴി ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ് മരിച്ചത് 8 വയസ്സുകാരി ആദിലക്ഷ്മി. 4 കുട്ടികൾക്കും ഡ്രൈവർക്കും ഗുരുതര പരിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമെന്ന് തന്ത്രിമാർ. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടത്, അതൊക്കെ SIT പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. മുരാരി ബാബുവിന് ജാമ്യമില്ല. എ പത്മകുമാർ SIT കസ്റ്റഡിയിൽ. പത്മകുമാറിനെതിരായ CPM നടപടി വൈകുന്നതിൽ CPIക്ക് ആശങ്ക. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. കോഴിക്കോട് SDPIയുടെ പിന്തുണ ഇടതുമുന്നണിക്ക്. തിരുവനന്തപുരം നഗരസഭയിൽ 7 റിബൽ സ്ഥാനാർത്ഥികളെ പുറത്താക്കി കോൺഗ്രസ്. R ശ്രീലേഖയുടെ പ്രചാരണ ബോർഡുകളിൽ നിന്ന് IPS നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ്. വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടാതെ കോൺഗ്രസ് നേതാക്കൾ. പാലത്തായി കേസിലെ വിധിക്കെതിരെ റിട്ടയർഡ് DYSP. പ്രതി പത്മരാജൻ നിരപരാധിയെന്ന് ആവർത്തിച്ച് റഹീം. കുട്ടിപീഡനത്തിനിരയായ ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇരയുടെ മൊഴികൾ പലതും ഭാവനയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് അൽഫല സർവകലാശാല ജീവനക്കാരൻ. അറസ്റ്റിലായവരുടെ എണ്ണം 7 സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്ന് NIA. റിപ്പോർട്ട് അമിത് ഷായ്ക്ക് സമർപ്പിച്ചു. ഗുവാഹത്തിയിൽ തലകുനിച്ച ഇന്ത്യൻ ടെസ്റ്റ് ടീം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. സന്ദർശകരുടെ ജയം 480 റൺസിന്. തന്റെ ഭാവി BCCI തീരുമാനിക്കട്ടെ എന്ന് ഗൗതം ഗംഭീർ. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് മിന്നും ജയം. പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. 8 വയസ്സുകാരി ആദിലക്ഷ്മിയാണ് മരിച്ചത്. കരുമാൻ തോട് തൂമ്പാക്കുളത്തായിരുന്നു സംഭവം. സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോയാണ് മറിഞ്ഞത്. ഓട്ടോയിൽ ഉണ്ടായിരുന്ന മറ്റ് 4 കുട്ടികൾക്കും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ പറഞ്ഞ പോലെ തന്നെ വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട ശേഷം കുട്ടികളുമായി വരുന്ന ഓട്ടോറിക്ഷയാണ് ഈ തൂമ്പാക്കുളത്ത് വെച്ച് മറിഞ്ഞത്. ഈ റോഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഈ പാമ്പിനെ കണ്ട സമയത്ത് ഓട്ടോറിക്ഷ വെട്ടിച്ച് മാറ്റിയതാണ് അപകടമുണ്ടാകാൻ കാരണം. ഉടൻ തന്നെ അത് ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് തോട്ടിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. തോട്ടിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഓട്ടോറിക്ഷയിൽ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 5 കുട്ടികളിൽ ഒരു കുട്ടി, ആദിലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 5 പേരാണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കുട്ടികളുമായി ഓട്ടോറിക്ഷ വന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ, ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് അടുത്തുള്ള പ്രദേശവാസികളൊക്കെ ചേർന്നാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് അവിടുന്ന് ആംബുലൻസ് കിട്ടാൻ സൗകര്യമില്ലാത്ത പ്രദേശമാണ്. കോന്നിയിൽ നിന്നും ആംബുലൻസ് എത്തിയതിനു ശേഷം, ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് കുട്ടികളെ അവിടെ നിന്നും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലും ഒപ്പം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഗുരുതരമായി പരിക്ക് പറ്റിയ ആദിലെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം ഓട്ടോറിക്ഷയുടെ ഈ സാധാരണ എല്ലാ ദിവസവും കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയല്ല ഇന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്. പകരം മറ്റൊരു ഓട്ടോറിക്ഷയാണ് പോയത്. ഈ പാമ്പിനെ കണ്ട് പെട്ടെന്ന് ഡ്രൈവർ വണ്ടി വെട്ടിച്ച് മാറ്റിയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരും ഈ അപകടത്തിൽപ്പെട്ട ഡ്രൈവറും മൊഴി നൽകിയിട്ടുള്ളത്. ഡ്രൈവറിനും സാരമായ പരിക്കുണ്ട്. മറ്റ് 4 കുട്ടികൾക്ക് വലിയ ഗുരുതരമായ പരിക്ക് ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
ഏതായാലും ഒരു കുട്ടി മരിച്ചതായിട്ടുള്ള വിവരം ആശുപത്രിയിൽ എത്തിയ സമയത്തിന് മുമ്പ് തന്നെ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ രക്ഷാസമയം രക്ഷപ്പെടുത്തുന്നതിനൊക്കെ അവിടെ പരിമിതമായ സാഹചര്യമാണ്. വനത്തിനുള്ളിലാണ്, ഒരു വനപ്രദേശമാണ് ഈ കരുമാൻതോട് എന്ന് പറയുന്ന പ്രദേശം. വാഹന സൗകര്യം, റോഡ് സൗകര്യമൊക്കെ കുറവുള്ള മേഖലയാണ്. എന്തായാലും തോന്നിയും പിന്നെ ആംബുലൻസ് തോന്നി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് അവിടെ നിന്നും ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർത്താലും ബാക്കിയുള്ള കുട്ടികൾക്ക് 4 കുട്ടികൾക്കും പരിക്ക് ഗുരുതരമല്ല. അവരെ ജനറൽ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ആദിലയാണ് ഒരു 8 വയസ്സുകാരി മരിച്ചത്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കരിമാൻ തോട്ടിലെ ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളെല്ലാം. ശശി, ഈ തോട് അങ്ങനെ ഒരു അപകട സാധ്യതയുള്ള മേഖലയിലായിരുന്നോ ഈ അപകടം നടന്നത്? ഈ തോട്ടിലേക്ക് വാഹനം മറിഞ്ഞ് ഇങ്ങനൊരു അപകടം പറ്റുന്ന തരത്തിൽ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നോ? വനപ്രദേശമാണ്. അവിടെ നമുക്ക് ആ പ്രദേശത്ത് ഇങ്ങനെ പരിമിതമായ വീതി റോഡിനൊക്കെ കുറവാണ്. പക്ഷേ ഈ പാമ്പിനെ കണ്ട് പാമ്പിന് ഓട്ടോറിക്ഷ കയറാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. വലിയ കയറ്റമൊക്കെ ഉള്ള കുന്നുംപുറമൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കരിമാൻതോട് എന്ന് പറയുന്ന പ്രദേശം. അവിടെ റോഡിന് നന്നേ വീതി കുറവുള്ള സ്ഥലമാണ്. ആ വെട്ടിച്ച് മാറ്റിയ സമയത്താണ് ഈ താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞത്. എന്തായാലും ആ മറിഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ കുട്ടികൾക്ക് ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിലൊരു കുട്ടിക്ക് മാത്രമാണ് മരണം സംഭവിച്ചത്. ബാക്കിയുള്ള കുട്ടികൾക്ക് പരിക്ക് വലിയ കാര്യമായ പരിക്കുകൾ, ചെറിയ പരിക്കുകൾ മാത്രമല്ല, ഡ്രൈവർക്കും സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഈ ഓട്ടോറിക്ഷ വെട്ടിച്ച് മാറ്റിയതാണ് അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. സ്കൂൾ വിട്ട് വരികയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞാണ് 8 വയസ്സുള്ള ആദിലക്ഷ്മി മരിച്ചത്. മറ്റ് 4 കുട്ടികൾ കൂടി ആ ഓട്ടോയിലുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഡ്രൈവർക്കും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. മുനമ്പം നിവാസികൾക്ക് ആശ്വാസവിധി. മുനമ്പത്ത് താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തരവിനെ മുനമ്പം നിവാസികൾ സ്വാഗതം ചെയ്തു. മുനമ്പത്ത് തർക്കഭൂമിയിൽ താമസിക്കുന്നവരുടെ ഭൂനികുതി ഈടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അടുത്തു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മുനമ്പത്തെ ഭൂമി വഖഭൂമിയല്ല എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത്. മാത്രമല്ല 1950 സിദ്ദിഖ് സേട്ട് എഴുതി നൽകിയ ഡീഡിൽ വഖഭൂമി അല്ല അല്ലെങ്കിൽ വഖഭൂമിയാണ് എന്നുള്ള ക്ലാരിഫിക്കേഷൻ ഇല്ലാതെയാണ് വഖഫ് ബോർഡ് ഈ ഭൂമിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉന്നയിച്ചത്. അത് നിലനിൽക്കുന്നതല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിനോട് ഈ റവന്യൂ വകുപ്പിനോട് ഇവരുടെ നികുതി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുന്നത്. ഈ സിദ്ദിഖ് സേട്ട് എഴുതി നൽകിയിരിക്കുന്ന ഡീഡ് അനുസരിച്ചിട്ട് അത് എഡ്യൂക്കേഷൻ പർപ്പസിനുമുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പിൻഗാമികളിലേക്ക് ഇത് ഉപയോഗപ്പെട്ടിൽ തിരിച്ചെടുക്കാമെന്നുള്ള ഉടമ്പടിയോട് കൂടിയാണ് ആ ഡീഡ് എഴുതിയിരിക്കുന്നത്. തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കാണ്, അല്ലാതെ വഖഫിനല്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവരുടെ ഈ മുനമ്പത്തെ തർക്കഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ റവന്യൂ അധികാരം പുനഃസ്ഥാപിച്ചു നൽകണമെന്നൊരാവശ്യം സർക്കാർ ഉന്നയിച്ചതും. ആ ഹർജിയിലാണ് ഇന്ന് തീരുമാനമായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമെന്ന് ഇരുവരും മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതിയുണ്ടെന്ന് കണ്ഠരര് രാജീവര് പ്രതികരിച്ചു. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ 2 ദിവസത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിൽ ഇതിനിടെ CPI ആശങ്ക അറിയിച്ച് രംഗത്തെത്തി. നടപടി വൈകുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശബരിമല തന്ത്രി കുടുംബത്തിലെ കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇവരുടെ അടുപ്പം, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി തന്നെ മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്ത്രി കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം ഉണ്ട്. അവരുടെ അനുമതിയില്ലാതെ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കാറുമില്ല. ഇത്തരം കാര്യങ്ങളാണ് അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ ദേവഹിതം അനുസരിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് അപ്പുറത്തേക്ക് ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. എല്ലാ സ്വത്തിന്റെയും അവകാശികളും ദേവസ്വം ബോർഡാണെന്ന വാദമാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ തന്ത്രി കുടുംബാംഗങ്ങൾ പങ്കുവച്ചത്. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്.
അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഇന്ന് SITയുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം വരെ പത്മകുമാർ SITയുടെ കസ്റ്റഡിയിലുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പത്മകുമാറിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും SITയുടെ തുടർ നീക്കങ്ങൾ. തന്ത്രിമാർക്കെതിരെ, തന്ത്രി കുടുംബത്തിനെതിരെ ഏതെങ്കിലും പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പത്മകുമാർ ഉന്നയിക്കുമോ എന്ന് നിർണായകമാണ്. പത്മകുമാറിന് അപ്പുറത്തേക്ക് ഇത് എവിടം വരെ CPM നേതൃത്വത്തിലേക്ക് എത്തുമോ? മുൻ മന്ത്രിയുടെ അടക്കം പേരുകൾ ആരോപണമായി ഉയർന്നു വരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ വളരെ നിർണായകവുമാണ്. ഇതിനിടയിൽ മുരാരി ബാബുവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചാർജ് എടുത്തുമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് പറഞ്ഞിരുന്നെങ്കിലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. 2 കേസുകൾ വിജിലൻസ് കോടതിയാണ് 2 കേസുകളിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ജയശ്രീയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ കേസിന്റെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്മകുമാറിന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ആളാരാണ്, ഇതിന്റെ അടുത്ത തലപ്പത്തേക്ക് ഇനി ആരുടെയെങ്കിലും പേരുകളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകും. ഏതായാലും അന്വേഷണം അധികം വൈകാതെ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാർ കുറ്റക്കാരാണെന്ന് കരുതുന്നില്ലെന്ന് കെ മുരളീധരൻ. തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. എടുത്തു എല്ലാവരും എടുത്തു. ഏതായാലും സ്വർണം കട്ടതിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയുള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ മറ്റേ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. വൈകിട്ട് 3 വരെ 57,467 തീർത്ഥാടകരാണ് ഇന്ന് മല ചവിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തോളം തീർത്ഥാടകർ 18ാം പടി കയറുന്നുണ്ട്. മണിക്കൂറിൽ 5000-ഓളം പേർ 18ാം പടി കയറുന്നതായാണ് കണക്കുകൾ. ഇന്നലെ 95,846 പേരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും പമ്പയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. നിയന്ത്രണ വിധേയമായി മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വാർത്ത. വെൽഫെയർ പാർട്ടി ബന്ധം UDFനെതിരെ ആയുധമാകുന്നതിനിടെ കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്തുണ LDFനെന്ന് SDPI. BJPയെ പരാജയപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ ഗുണപരമാകുക LDF ആണെന്നും SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിഷയം LDFനെതിരെ UDF പ്രചാരണ വിഷയമാക്കിയേക്കും. കോഴിക്കോട് കോർപ്പറേഷനിലെ 11 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 200-ലധികം വാർഡുകളിലുമാണ് SDPI ഇത്തവണ മത്സരരംഗത്തുള്ളത്. അവശേഷിക്കുന്ന മറ്റിടങ്ങളിൽ LDFനാവും പിന്തുണയെന്ന് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. കാരണം BJP ഒരു പ്രധാന ശക്തിയായി ജില്ലയിൽ വളർന്നുവരുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലടക്കം 22 ഇടത്താണ് കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് BJPയുടെ വളർച്ചയെ ഫലപ്രദമായി ചുരുക്കുക അല്ലെങ്കിൽ BJPയുടെ വിജയം തടയുക എന്നത് LDFിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് SDPI നിലപാട്. അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ CPMന് ഇത്തവണ പിന്തുണ നൽകും എന്നും SDPI വ്യക്തമാക്കുന്നു. SDPIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ച് പോകുക എന്നുള്ളതാണ്. NDA ഒഴികെയുള്ള UDF ആയിട്ടും LDF ആയിട്ടും ഒക്കെ സഹകരിച്ച് പോകാം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇത്തവണ SDPI ഒറ്റക്കാണ് മത്സരിക്കുന്നത്. ആരുമായിട്ട് അങ്ങനെ ധാരണ ഉണ്ടാക്കില്ല. പ്രാദേശിക തലങ്ങളിൽ UDFന്റെയും LDFന്റെ ഒക്കെ ആളുകൾ പല രീതിയിലും പാർട്ടിയിൽ സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. BJP വരാതിരിക്കാനുള്ള ഒരു നീക്കുപോക്ക് അത് UDF ആണോ LDF ആണോ ഓരോ പ്രദേശത്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒരനുകൂലമായുള്ളൊരു അന്തരീക്ഷം എടുക്കാനാണ് പാർട്ടി സ്വാഭാവികം തീരുമാനിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ നിലവിലെ 11 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സരിക്കാത്ത ഏകദേശം ഒരു 47-ഓളം സീറ്റുകളിൽ പാർട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോട്ട് പാർട്ടിക്കുണ്ട്. അവിടങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ BJP 7 സീറ്റിൽ ജയിച്ചു. 22 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത. വടകര നഗരസഭയിലും അഴിയൂർ പഞ്ചായത്തിലും അടക്കം ഇത്തവണ നേരത്തെ തന്നെ SDPI CPM ആരോപിക്കുകയും ചെയ്തത്. നേരത്തെ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ട് എന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിരുന്നു. പല ഇടങ്ങളിലും
പഞ്ചായത്തുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ഒപ്പം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിടങ്ങളിൽ മറിച്ചും പിന്തുണ ലഭിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്താണ് SDPI CPM-ന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സമസ്ത അടക്കമുള്ള വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തെ എതിർക്കുന്നതിനിടയിലാണ് SDPI പരസ്യമായി CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരം നഗരസഭയിൽ 7 റിബൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പുറത്താക്കി. വി ലാലു, ഹുസൈൻ, SS സുധീഷ് കുമാർ, കൃഷ്ണവേണി, ഹിസാൻ ഹുസൈൻ, ജോൺസൺ തങ്കച്ചൻ, ഷിജിൻ, സുധി വിജയൻ എന്നിവരെയാണ് പുറത്താക്കിയത്. മുൻ DGP R ശ്രീലേഖയുടെ പേരിനൊപ്പം IPS വേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPS എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ നിന്ന് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് R ശ്രീലേഖ. ഗർഭഛിദ്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടും കൈവിടാതെ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന സർട്ടിഫിക്കറ്റ് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ നൽകുമ്പോൾ സർക്കാർ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ. പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഹുൽ തുടരുകയാണ്. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. KPCയുടെ മുൻ അധ്യക്ഷൻ K സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് യാദൃച്ഛികമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ മുതിർന്ന നേതാക്കളെ കണ്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടുമൊക്കെ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, പെൺകുട്ടി തന്നെ കുടുക്കിയതാണെന്നൊരു പുതിയൊരു വേർഷനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളെ കാണുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമാണ് K സുധാകരൻ്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, തന്നെ പാർട്ടി തിരിച്ചെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേതാക്കളെ കാണാനിറങ്ങുന്നത്. സുധാകരേട്ടൻ്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തലൻ്റെ നേതാവാണ്, ശ്രീ VD സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം അല്ല. ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിലപാടിനെ തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്നും മുൻ KPCC അധ്യക്ഷൻ കൂടിയ K മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനൊപ്പം തന്നെ പെൺകുട്ടി പുകമറയിൽ നിൽക്കാതെ പുറത്തേക്ക് വരണം, പരാതി നൽകാൻ ധൈര്യത്തോടെ പുറത്തു വരണമെന്നൊരു നിലപാട് കൂടി മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എത്തുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നും. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. രാഹുലിനെതിരെ നേരത്തെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് വിഷയത്തിൽ എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. സമാനമായ പ്രതികരണമാണ് ഇന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് രാഹുലിനെതിരെ ഉടനൊന്നും ഒരു നടപടി ഉണ്ടാകില്ല, കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന ഒരു വ്യക്തമായ സൂചനയായി കൂടി KPCC അധ്യക്ഷന്റെ വാക്കുകളെ കാണാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനാവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സ്വോട്ട് എടുത്തല്ലോ.
ആ കേസിന്റെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല. ഇല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. മുഖ്യമന്ത്രി ഓഫീസുമായും പെൺകുട്ടിയുടെ ഒപ്പമുള്ളവർ ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ പെൺകുട്ടി പരാതി നൽകും. രാഹുൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി പെൺകുട്ടിക്കും അവർക്കൊപ്പമുള്ളവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ അന്വേഷണ സംഘത്തിനുമൊക്കെ ലഭിച്ചേക്കാം. എങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർക്കാരും അന്വേഷണ സംഘവും തയ്യാറെടുക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് ഇപ്പോൾ രാഹുൽ വിഷയം കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇപ്പോൾ വന്നത് പുതിയ വാർത്തയല്ല, പഴയ വാർത്തയാണ്. ഇക്കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ടെന്നും ഒരു കാര്യത്തിൽ 2 തവണ നടപടിയെടുക്കാനാവില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുത്തതാണ്. ഒരു കാര്യത്തിൽ 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനും വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് ഇനി അതിൻ്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം അറിഞ്ഞിട്ടില്ലെന്ന് കെ സുധാകരൻ. തീരുമാനമെടുത്ത യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും പ്രതികരണം. രാഹുൽ വിഷയത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരുന്നതിന് തടസ്സമില്ലെന്ന് സുപ്രീം കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജിയിൽ കോടതി സ്റ്റേ അനുവദിച്ചില്ല. കേരളത്തിന്റെ കേസ് ഡിസംബർ 2-ന് പരിഗണിക്കും. കേരളത്തിന്റെ ഹർജിയിൽ ഇടപെടണോ എന്ന് 2-ന് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ആശങ്കാജനകമായ സാഹചര്യമുണ്ടോ എന്ന് അന്ന് നോക്കാമെന്നും കോടതി പറഞ്ഞു. അതേസമയം ഡിസംബർ 1-നകം തമിഴ്നാട് ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അൽഫല സർവകലാശാല ജീവനക്കാരനാണ് അറസ്റ്റിലായത്. സ്വയാബ് ഓഫ് ധ്വജ് എന്നയാളാണ് NIA-യുടെ കസ്റ്റഡിയിലായത്. ഇതോടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. അതേസമയം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്ന് NSG-യുടെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും 2023-നെ അപേക്ഷിച്ച് IED സ്ഫോടനങ്ങളിൽ 60% വർധനയുണ്ടായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഭരണഘടനാ ദിനം ആചരിച്ച് രാജ്യം. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കൊളോണിയൽ മനോഭാവം ഒഴിവാക്കി ദേശീയ ചിന്ത സ്വീകരിക്കുന്നതിനുള്ള മാർഗരേഖയാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മലയാളം അടക്കം 9 ഭാഷകളിൽ ഭരണഘടനയുടെ ഡിജിറ്റൽ പതിപ്പും രാഷ്ട്രപതി പുറത്തിറക്കി. हमारा संविधान हमारी राष्ट्रीय अस्मिता का ग्रंथ है. ये हमारी राष्ट्रीय पहचान का ग्रंथ है. ये कॉलोनियल माइंडसेट का परित्याग करके नेशनलिस्ट माइंडसेट के साथ देश को आगे बढ़ाने की मार्गदर्शक ग्रंथ है. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശക്തമായ ജനാധിപത്യത്തിനായി ഭരണഘടനാ കടമകൾക്ക് പൌരന്മാർ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഉയർന്ന ചാരവും പുകയും ഇന്ത്യൻ ആകാശത്തു നിന്ന് പൂർണ്ണമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാത്രി 10:30-യോടെ ചാരവും കരിമേഘ പടലവും ചൈനീസ് ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചാരപ്പുക മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു. അതേസമയം ജാഗ്രതയ്ക്കുള്ള DGCA നിർദ്ദേശം തുടരും. 4 വർഷത്തോളമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം ഒടുവിൽ ഇല്ലാതാകുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതിയെ യുക്രൈൻ അംഗീകരിച്ചു. കരാറിൽ കൂടുതൽ ചർച്ചകൾക്കായി പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തും. എന്നാൽ സമാധാന കരാർ റഷ്യയ്ക്ക് അനുകൂലമാണെന്നുള്ള വിലയിരുത്തലുകളും വ്യാപകമായി പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തേത് താൻ അവസാനിപ്പിക്കാൻ പോകുന്ന 8ാമത്തെ യുദ്ധമെന്നാണ് ട്രംപിന്റെ അവകാശവാദം.
അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു അഭ്യൂഹം പടരുകയാണ്. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായാണ് ആ അഭ്യൂഹം. സ്ഥിരീകരിക്കാത്ത വാർത്ത എന്ന നിലയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഇങ്ങനൊരു വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയുടെ ആയിരക്കണക്കിന് അണികൾ ജയിലിന് പുറത്ത് തടിച്ചുകൂടുകയാണ്. ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. കിരൺ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അഭ്യൂഹം, ഇങ്ങനെയൊരു വാർത്ത, ഒരു തരത്തിലും സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്ത പരക്കുന്നത്? ശ്രീജ, ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യം നൽകിയത് ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ്. പക്ഷേ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. അത് ആദ്യം തന്നെ അറിയിക്കുകയാണ്. സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ്. പക്ഷേ വ്യാപകമായ രീതിയിലേക്ക് ഇത്തരം ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ ഇന്ന് ഇമ്രാൻഖാനെ വൈകുന്നേരം 5 മണിയോടുകൂടി, പാകിസ്ഥാൻ സമയം 5 മണിയോടുകൂടി ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ വേണ്ടി ജയിലിലെത്തിയിരുന്നു. പക്ഷേ അവർക്ക് സന്ദർശനാനുമതി നിഷേധിക്കുകയാണ്. അവർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അവർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ക്രൂരമായ മർദ്ദനമാണ് തങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നത് എന്നവർക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ജയിലിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇമ്രാൻഖാന് ഏതെങ്കിലും തരത്തിലുള്ള അപായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പുറത്തു വന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്തായാലും ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാൻ പാർട്ടിയുടെ PTIയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതിൽ കൗതുകകരമായ മറ്റൊരു വിഷയം, ഇങ്ങനെ ഒരു വാർത്ത തെറ്റാണ് എന്ന തരത്തിലേക്ക് ഒരു സ്ഥിരീകരണം പോലും ഒന്നുകിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നോ തരത്തിലോ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് പാകിസ്ഥാൻ സർക്കാരോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യമോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദീർഘകാലമായി ഇമ്രാൻഖാൻ ജയിലിലാണ്. ഇമ്രാൻഖാൻ ജയിലിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന മട്ടിലേക്കുള്ള പലതരത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇമ്രാൻഖാൻ തന്നെ അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. നേരത്തെയും ഒരു തവണ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്ന് അത് തെറ്റായ വാർത്തയായിരുന്നു. ഇത്തവണ വൈകുന്നേരം 5 മണിയോടുകൂടി സഹോദരിമാർ അവിടെ എത്തുന്നു. സഹോദരിമാർക്ക് ഇമ്രാൻഖാനെ കാണണമെന്നുള്ള ആവശ്യപ്പെടുന്നു. പക്ഷേ ഇമ്രാൻഖാനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. അവിടെ ജയിലിൽ വെച്ച് മോശപ്പെട്ട അനുഭവങ്ങൾ ഈ സഹോദരിമാർക്കുണ്ടാവുന്നു. അവരുടെ പ്രതികരണങ്ങളടക്കം വന്നിട്ടുണ്ട്. അവരടക്കം പറയുന്നു ഇക്കാര്യത്തിലൊരു അന്വേഷണം വേണം, ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇമ്രാൻഖാന്റെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നു. ജയിലിലെ ചില ആളുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ് ഇങ്ങനെ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഒക്കെയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകേണ്ടത്. ഈ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഒന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം എവിടെയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നുകൊണ്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിരവധി മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി തന്നെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. പക്ഷേ ഒരിക്കലും അത് നിഷേധിക്കാൻ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ തയ്യാറായിട്ടില്ല. അസീം മുനീറിന് നേരെ സൈന്യ മേധാവിയായ അസീം മുനീറിന് നേരെയും അതോടൊപ്പം തന്നെ ISIക്ക് നേരെയൊക്കെ വ്യാപകമായ രീതിയിലേക്കുള്ള സംശയം ലോകവ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ ഇത്തരം ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എവിടെയും സ്ഥിരീകരണമില്ല എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇമ്രാൻഖാൻ മരിച്ചതായി എവിടെയെങ്കിലും ഔദ്യോഗികമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇതുവരെയും എവിടെയും സ്ഥിരീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ വാർത്ത അതിവേഗം പടരുകയാണ്. ഇനി ഔദ്യോഗികമായി ഈ വിഷയം നിരാകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ വേണ്ടത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്ത, രണ്ടാം ടെസ്റ്റിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയതാണ്. 408 റൺസിന്റെ വമ്പൻ വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക പരമ്പര തൂത്തുവാടി. ബാറ്റർമാർക്ക് വീണ്ടും അടി പതറിയപ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 140 റൺസിൽ ഒതുങ്ങി. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി കൂടിയാണിത്. 549 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാർക്ക് മുന്നിൽ പതറുകയായിരുന്നു. സൈമൺ ഹാമർ 6 വിക്കറ്റുകൾ പിഴുതപ്പോൾ കേശവ് മഹാരാജ് 2ഉം സെനൂറൻ മുത്തുസ്വാമിയും ജാൻസണും ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് മിന്നും ജയം. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ 10 വിക്കറ്റിനാണ് കേരളം ജയിച്ചത്. ഒഡീഷ ഉയർത്തിയ 177 റൺസിന്റെ വിജയലക്ഷ്യം ഓപ്പണർമാരായ റോഹൻ കുന്നുമ്മലിന്റെയും സഞ്ജു സാംസന്റെയും തകർപ്പൻ പ്രകടനത്തിൽ കേരളം അനായാസം മറികടന്നു. സെഞ്ചുറി നേടിയ റോഹൻ കുന്നുമ്മൽ 121 റൺസ് എടുത്തും അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 51 റൺസുമായും പുറത്താകാതെ നിന്നു. 10 സിക്സറും 10 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു റോഹൻ കുന്നുമ്മലിന്റെ ഇന്നിംഗ്സ്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ്
ഗ്രാമിന് 11,725, പവന് 93,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,700, പവന് 77,600. വെള്ളി ഗ്രാമിന് 170, കിലോഗ്രാമിന് 1,70,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി നാട്ടിലോട്ടേക്ക് MG രേണുക.